നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഇത് പരിശുദ്ധ റമദാൻ മാസമാണ്. അപ്പോൾ കുറച്ച് ആത്മീയമായ ചിന്തയാവാം എന്ന തോന്നലിൽ നിന്നാണ് ഇന്നത്തെ വിഷയം തിരഞ്ഞെടുത്തത്. ഇന്ന് വ്യൂസ് ഓഫ് നാസർ ബേപ്പൂരിൽ ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ്. ഇത് പറയുമ്പോൾ KP രാമനുണ്ണിയുടെ പ്രസിദ്ധമായ നോവൽ ദൈവത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് കരുതിയവർക്ക് തെറ്റി. അതിനെക്കുറിച്ച് പറയേണ്ടത് തന്നെയാണ്. അത്രയും മനോഹരമായ നോവലാണത്. ദൈവത്തിൻ്റെ കയ്യൊപ്പ് വീണ നോവൽ എന്ന് പറയാം. മതങ്ങൾ പരസ്പരം പോരടിപ്പിക്കുന്ന സമകാലിക ലോകത്ത് നിന്ന് ദൈവങ്ങൾ ഇറങ്ങി വരുന്ന നോവൽ. പക്ഷേ അതേക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. അതിനേക്കാൾ മുമ്പ് അതേ പേരിൽ അതിമനോഹരമായൊരു പുസ്തകം ഇംഗ്ലീഷിൽ ഇറങ്ങിയിട്ടുണ്ട്. വാൾട്ടർ വാങ്ങറിൻ എഴുതിയ ദി ബുക്ക് ഓഫ് ഗോഡ്. ഇത് ഒരു നോവലല്ല, പക്ഷേ നോവൽ പോലെ നാടകീയമായി ബൈബിൾ സംഭവങ്ങൾ വിശദീകരിക്കുന്ന ഒരൊറ്റ ഇരിപ്പിൽ തന്നെ വായിച്ചു പോകാവുന്ന പുസ്തകം. വളരെ യാദൃച്ഛികമായി വായിക്കാനിടയായ പുസ്തകമാണത്. മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന അബ്രഹാമിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത്. ഒരു കുന്നിൻ ചെരുവിൽ ഇരുന്ന് ജനക്കൂട്ടത്തെ ഉദ്ബോധനം ചെയ്യുന്ന യേശുവിൽ ഇത് അവസാനിക്കുകയും ചെയ്യുന്നു. ബെസ്റ്റ്സെല്ലറായ പുസ്തകമാണ്. ഏറെ പുരസ്കാരങ്ങൾ നേടിയ പുസ്തകമാണ്. ഗഹനമായ വായന ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒഴിവാക്കാതെ വായിക്കേണ്ട പുസ്തകമാണ്. ഇതൊക്കെ മനുഷ്യരെഴുതിയ പുസ്തകമാണ്. സൃഷ്ടാവ് അഥവാ ദൈവം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടോ എന്നതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. വിശുദ്ധ ഖുർആനിൽ അതേക്കുറിച്ച് വ്യക്തമായ സൂചനയുണ്ട്. അതുമാത്രം പോരാ, മറ്റു മതങ്ങളിലും ഉണ്ടോ എന്നുകൂടി ഒന്നന്വേഷിക്കാം. ക്രിസ്തു മതത്തിനും മുമ്പുണ്ടായ മതമാണ് ജൂതമതം. ഹിബ്രു ബൈബിളിൽ ദൈവത്തിനൊരു പുസ്തകമുണ്ട്, ജീവന്റെ പുസ്തകം. ദൈവം അതിൽ നീതിമാന്മാരായി കണക്കാക്കപ്പെടുന്ന ആളുകളെ രേഖപ്പെടുത്തുന്നുവെന്നും ഈ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുന്നത് മരണത്തെ സൂചിപ്പിക്കുന്നു. ഈ പുസ്തകത്തിൽ ഉൾപ്പെടുന്നത് ന്യായവിധിയുടെ നാളിലെ ഒരു ജീവിതം ഉറപ്പാക്കുന്നുവെന്നും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജനിക്കാൻ പോകുന്നവർ ആരൊക്കെയെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. ക്രിസ്ത്യാനികളും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മോസസ് അഥവാ മുസ്ലിങ്ങളുടെ മൂസ നബി. വാസ്തവത്തിൽ മൂസയും മോസസും ഒക്കെ ഒന്ന് തന്നെയാണ്. ഹിബ്രു അറബിക് ഭാഷകളുടെ ഉച്ചാരണ വ്യത്യാസം മാത്രമാണ് ഇതെന്ന് ഓർക്കണം. അതവിടെ ഇരിക്കട്ടെ. ഈ മോസസ് തൻ്റെ അഭാവത്തിൽ സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിച്ച ഇസ്രായേൽ ജനതയുടെ പാപം ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട്. അവരോട് ക്ഷമിക്കുവാൻ തിരുമനസ്സിനാകുന്നില്ലെങ്കിൽ ദൈവം എഴുതിയ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണമേ എന്നും മോസസ് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പേര് മായ്ക്കാനല്ല, പ്രത്യുത അതിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് ആ ജനതയെ നയിക്കുന്ന തൻ്റെ പേര് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാനാണ് മോസസ് ആവശ്യപ്പെടുന്നത്. ഉത്തമനായൊരു നേതാവ് എങ്ങനെ ആയിരിക്കണമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. അതിന് മറുപടിയായി ദൈവം മോസസിനോട് പറയുന്നത് ഇങ്ങനെയാണ്: എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും. ഇതാണ് ദൈവത്തോട് പാപം ചെയ്ത ജൂതന്മാർ മുഴുവനും നരകത്തിൽ ആണെന്ന ക്രിസ്ത്യൻ ഫിലോസഫിയുടെ അന്തർധാര. ദൈവത്തോട് പാപം ചെയ്ത ജനത ശപിക്കപ്പെട്ടവരാണെന്നും അവർ വിശ്വസിക്കുന്നു. ഇത് തന്നെ പരിശുദ്ധ ഖുർആനിലും പറയുന്നുണ്ട്. അവർ കരാർ ലംഘിച്ചതിനാലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചതിനാലും അന്യായമായി പ്രവാചകന്മാരെ കൊലപ്പെടുത്തിയതിനാലും തങ്ങളുടെ മനസ്സുകൾ അടഞ്ഞുകിടക്കുകയാണെന്ന് അവർ പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞവരാണ് ജൂതന്മാർ എന്ന് പറയുമ്പോൾ ദൈവത്തിന് അങ്ങനെ ഒരു പുസ്തകമുണ്ടെന്ന് ബൈബിളിലും പറയുന്നുണ്ടെന്ന് വ്യക്തമാണ്. ദൈവത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിലും പറയുന്നുണ്ട്. എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരുടെ കൂടെ അവരെ എഴുതരുതേ എന്നാണ് ദാവീദ് പറയുന്നത്. വിശുദ്ധ ഖുർആനിലും ദൈവത്തിൻ്റെ പുസ്തകമുണ്ട്. സൂറത്തുൽ ഹജ്ജിൽ ഇങ്ങനൊരു സൂക്തമുണ്ട്: നിനക്കറിഞ്ഞുകൂടെ, ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം അള്ളാഹുവിന് നന്നായി അറിയാമെന്ന്. തീർച്ചയായും അതൊക്കെയും ഒരു മൂലപ്രമാണത്തിലുണ്ട്. അതെല്ലാം അള്ളാഹുവിന് ഏറെ എളുപ്പമാണ്. അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്: ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സൃഷ്ടികളുടെ വിധിനിർണ്ണയങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തിയെന്ന്. അത് ലൗഹുൽ മഹ്ഫൂലിലാണ്, അതായത് സുരക്ഷിതമായ ഫലകത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇനി ഹൈന്ദവ പുരാണത്തിലേക്ക് കടന്നാൽ ദൈവത്തിൻ്റെ പുസ്തകം ഇരിക്കുന്നത് ചിത്രഗുപ്തൻ്റെ കയ്യിലാണ്. അപ്പോൾ ആരാണ് ചിത്രഗുപ്തൻ എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ പറയാം. ഹൈന്ദവ പുരാണത്തിലെ ഒരു ദേവനാണ് ചിത്രഗുപ്തൻ. മുസ്ലിങ്ങൾ ഇതിനെ മലക്കെന്നും ക്രിസ്ത്യാനികൾ മാലാഖ എന്നും പറയും. സംസ്കൃതത്തിൽ ശരിക്കും ചിത്രഗുപ്ത് എന്നേ ഉള്ളൂ. നമ്മളാണ് അതിന് ഒരു ചില്ലക്ഷരം കൂട്ടിക്കൊടുത്ത് ചിത്രഗുപ്തനാക്കിയത്. മനുഷ്യനെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അയക്കേണ്ടതെന്നും
ഒരാളെ എപ്പോഴാണ് കൊല്ലേണ്ടതെന്നും ആരെക്കൊണ്ട് കൊല്ലിക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് ഈ ചിത്രഗുപ്താണ്. അതിനെക്കുറിച്ച് പുരാണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. കാലപുരിക്ക് 1000 യോജന വിസ്താരമുണ്ട്. ഈ പട്ടണത്തിന് ചുറ്റുമുള്ള കോട്ട ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. കാലപുരിയിൽ 100 തെരുവുകളുണ്ട്. ആ തെരുവുകളെല്ലാം കൊടിക്കൂറകൾ കൊണ്ടും തോരണങ്ങൾ കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട്. ഈ കാലപുരിയുടെ ഒരു ഭാഗത്താണ് ചിത്രഗുപ്തന്റെ മന്ദിരം. അവിടെ ചിത്രഗുപ്തന് ഒരു പുസ്തകമുണ്ട്. ഭൂമിയിലെ ഓരോ മനുഷ്യരുടെയും പ്രവൃത്തികൾ രേഖപ്പെടുത്തി വയ്ക്കുന്നതും മരണാനന്തരം അവർക്ക് സ്വർഗമാണോ നരകമാണോ നൽകേണ്ടതെന്നും അവർക്ക് എന്ത് പുനർജന്മം നൽകണമെന്നുമൊക്കെ തീരുമാനിക്കുന്നത് ഈ ചിത്രഗുപ്തനാണ്. അതിലൊന്നും മുൻകൂട്ടി എഴുതിയിട്ടില്ല, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രഗുപ്ത മന്ദിരത്തിൽ ഒരു സംഘം ആളുകളുണ്ട്. മനുഷ്യരുടെ ആയുസ് കണക്കുകൂട്ടുകയാണ് അവരുടെ ജോലി. മനുഷ്യർ ചെയ്യുന്ന സുഹൃതങ്ങളും ദുഷ്കൃതങ്ങളും അവർ എഴുതി വയ്ക്കുന്നു. മുസ്ലിങ്ങൾ വരെയാണ് മുൻകറും നക്കീറും എന്ന് വിളിക്കുന്നത്. ചിത്രഗുപ്താലയത്തിന് തെക്ക് ഭാഗത്തായി ജ്വരമന്ദിരമുണ്ട്. ഈ ജ്വരമന്ദിരത്തിൽ തന്നെ എല്ലാവിധ രോഗങ്ങൾക്കും പ്രത്യേകമായി മന്ദിരങ്ങളുണ്ട്. അപ്പോൾ ആരെയൊക്കെ കൊല്ലണമെന്നും ആർക്കൊക്കെ ഏതൊക്കെ രോഗങ്ങൾ നൽകണമെന്നും ഒക്കെ ഈ ചിത്രഗുപ്താണ് തീരുമാനിക്കുന്നത്. ഇതാണ് വിധി. ചുരുക്കത്തിൽ യുദ്ധമുഖങ്ങളിൽ നിരപരാധികൾ കൊല്ലപ്പെടുന്നതും ദുരന്തങ്ങൾ ഉണ്ടാകുന്നതും ദുഷ്കർമ്മങ്ങൾ നടക്കുന്നതുമെല്ലാം മനുഷ്യനല്ല, വിധിയാണ് നിശ്ചയിക്കുന്നത്. എല്ലാം നടക്കുന്നത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട പോലെയാണ്. അപ്പോൾ മനുഷ്യ നന്മയുടെയും തിന്മയുടെയും അർത്ഥമെന്ത്? ശിഷ്ടനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസമെന്ത്? ഗഹനമായ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടുന്നതാണ് വാൾട്ടർ വാങ്ങലിന് എഴുതിയ ദി ബുക്ക് ഓഫ് ഗോഡ്. അതേക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പറയാൻ സമയമില്ല, പക്ഷെ പറയേണ്ടതാണ്. പിന്നെ പറയാം. തിടുക്കമുള്ളവർക്ക് പുസ്തകം വാങ്ങി വായിക്കുകയുമാവും. ആമസോണിലുണ്ട്. $11 വില. ഇത് കണ്ട് ഞാനതിൻ്റെ പരസ്യത്തിന് വന്നതാണെന്ന് വിചാരിക്കരുത്. എനിക്ക് വാൾട്ടർ വാങ്ങലുമായിട്ടോ ആമസോണുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ വായിക്കണമെന്നും ഒരു നിർബന്ധമില്ല. വായിക്കാത്തവർക്ക് വേണ്ടി ഞാൻ തന്നെ അതേക്കുറിച്ച് പറയാം. പക്ഷേ ഇപ്പോഴല്ല, ഇപ്പോൾ സമയമില്ല. ഇപ്പോൾ വിട. നന്ദി, നമസ്കാരം.